രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ പരാതിക്കാരി, അതായത് അതിജീവിത, അവര് കൊടുത്ത പരാതി കോടതി തള്ളി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരി നൽകിയ ഹർജി കോടതി തള്ളി. എന്താ പറയേ ഇപ്പൊ ഇതിനേക്ക. പക്ഷെ ഇത് നമ്മുടെ മാധ്യമങ്ങളൊന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് ഒരു സങ്കടകരമായ ഒരു അവസ്ഥ. അവരിങ്ങനെയുള്ള ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും അവരൊരിക്കലും അറിയില്ല കേട്ടോ. അതിജീവിത എന്ന് വിളിക്കുന്ന ഈ പരാതിക്കാരി ഉണ്ടല്ലോ, ഈ പരാതിക്കാരിയെ രാഹുൽ മാങ്കൂട്ടൻ വിളിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഈ അതിജീവിത കൊണ്ടേ, അതായത് കോടതിയോട് ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അഡ്വക്കേറ്റായ അജിത് സാറ് വാദിച്ചത്, അതായത് അറിയാതെ കോള് പോയതാണ്, അത് സംസാരിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് കോള് പോയതേ ഉള്ളൂ, അപ്പൊ തന്നെ കട്ടാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇതിന്റെ വിശദാംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്റ്റോറി ഇട്ടു, ഒരു വാട്സപ്പ് സ്റ്റോറി ഇട്ടു, ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു വാട്സപ്പ് സ്റ്റോറി ഇട്ടു. അപ്പോൾ സ്റ്റാറ്റസ് നോക്കിയപ്പോഴത്തേക്കും അത് ആരൊക്കെ കണ്ടു എന്നതിൽ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് അതിജീവിതയുടെ പേരും കണ്ടു. അന്നേരം രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരെ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള വഴിയിലോട്ട് കടന്നു. അങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പോൾ അവർ കോണ്ടാക്ട് എടുത്തപ്പോഴത്തേനും അറിയാതെ ഒരു കൈ തട്ടി ഒരു കോള് പോയതാണ്. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, വാട്സപ്പിൽ അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യം അല്ലേ. നമ്മുടെ കൈ തട്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മൾ അറിയാതെ ആണെങ്കിൽ പോലും കോളുകൾ പോകുന്നുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ കോള് പോയി, ആ കാര്യം രാഹുൽ മാങ്കൂട്ട് സമ്മതിച്ചിട്ടുമുണ്ട്. ആ കാര്യം പക്ഷെ ആ കോള് പോയതും അത് റിങ് ചെയ്യാൻ പോലും സാധ്യതയില്ല. അപ്പൊ തന്നെ ഫോണ് കട്ടാക്കി, അതായത് അദ്ദേഹം സംസാരിച്ചിട്ടുമില്ല. എന്നിട്ടാണ് ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് കോടതിയിൽ ചെന്നിട്ട് ജാമ്യം റദ്ദാക്കണം എന്ന് പോയി പറഞ്ഞേക്കണത് ഈ പുള്ളിക്കാരി. എന്താ പറയുക ഇതിനേക്ക. പക്ഷേ രാഹുൽ മാങ്കൂട്ടം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിന് ഈ അതിജീവിതയും, അതായത് ഈ സ്റ്റോറി കണ്ട അപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മെസ്സേജ് അയക്കുക ചെയ്തു. അതിജീവിത മെസ്സേജ് അയച്ചു. അതുപോലെ തന്നെ ഈ അതിജീവിതയുടെ അമ്മയും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് വാട്സപ്പിൽ, അതായത് ആ ചാറ്റ് എടുത്തിട്ട് കോടതിക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കോടതി അത് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു കാരണത്താലൊക്കെ തന്നെയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം റദ്ദാക്കണം എന്ന ആവശ്യം അവിടെ ചീറ്റിപ്പോയത്. എൻ്റെ അതിജീവിതം, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ലായിരിക്കാം. അതായത് അതിജീവിത ആൻഡ് ടീംസ്, അതിജീവിതയ്ക്ക് ഒരു ടീംസ് ഉണ്ടല്ലോ, അതിനകത്ത് ഇപ്പം എല്ലാവരും പെടും, പാർട്ടിക്കാരും പെടും, മാധ്യമപ്രവർത്തകരും എല്ലാവരും പെടും. അപ്പം അവരോടൊക്കെ കൂടി പറയുന്നതാണ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ആ മനുഷ്യന് ഒരു പൊതുപ്രവർത്തകനല്ലേ, എന്തൊക്കെ വന്നാലും അദ്ദേഹത്തിൻ്റെതായ കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ചീള് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വന്ന് അദ്ദേഹത്തിന് വെറുതെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുപോലെ തന്നെ അതിജീവിതേ, സോറി, പരാതിക്കാരി, കോടതി അങ്ങനെയല്ല പറഞ്ഞേക്കണം, പരാതിക്കാരിനെ വിളിക്കാൻ പാടില്ലെന്നല്ല പറഞ്ഞേക്കണം. അതുകൊണ്ട് ചോദിക്കുകയാണെ, ഈ അമ്മയൊക്കെ എന്തിനാ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മെസ്സേജ് അയക്കുന്നതിന്റെ കാര്യം എന്താ കാര്യം? വല്ല ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ആണോ ഈ അതിജീവിതയുടെ അമ്മ, സോറി, പരാതിക്കാരിയുടെ അമ്മ വന്ന് മെസ്സേജ് ഒക്കെ അയക്കുന്നത്? അതെന്താ കാര്യം ഒന്ന് പറയാമോ? ഇപ്പൊ പരാതിക്കാരിക്ക് മനസ്സിലായാലോ, ഇതുപോലുള്ള ഈ ഓലപ്പാമ്പിനെയൊന്നും കൊണ്ട് വരരുത്. കുറെ നാണം കിട്ടില്ലേ? എല്ലാം വരുത്തി വെച്ച് നിങ്ങൾ തന്നെയല്ലേ, എന്നിട്ട് വന്നിട്ട് വീണ്ടും ഇങ്ങനെ നാണം കെടാനായിട്ട് ഓരോന്നും ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കണേ എന്തിനാ? വെറുതെ, ഒരാവശ്യമില്ലല്ലോ. പറഞ്ഞതേ ഉള്ളൂ. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരു ചെറുപ്പക്കാരനെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം തന്നെ ദ്രോഹിക്കുന്നുണ്ട് ഈ മാധ്യമ പ്രവർത്തകരും ഈ പാർട്ടിക്കാരും എല്ലാവരും കൂടി ചേർന്ന്. അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഒരേപോലെ തന്നെയാണ് അദ്ദേഹത്തിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ നിലപാട് എടുത്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയധികം അറ്റാക്ക് ഇതുപോലെ ഏൽക്കേണ്ടി വരുന്നത്. അത് കഞ്ഞി കുടിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. ഇതിനൊക്കെ സപ്പോർട്ട് നിൽക്കുന്ന ആരാ? നമ്മുടെ മാധ്യമ പ്രവർത്തകർ. അതിലിപ്പോ നമുക്ക് പറയാം, കോൺഗ്രസും ഉണ്ട്, കമ്മ്യൂണിസ്റ്റും ഉണ്ട്, എല്ലാവരും തന്നെയുണ്ട്. ഇതിലെന്താണ് ഏറ്റവും വലിയ തമാശ എന്നറിയാമോ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ കേസ് വന്നപ്പോഴത്തെ, അതായത് ഈ ജാമ്യം തള്ളേണ്ടി വരും വീണ്ടും അഴിക്കുള്ളിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു വാർത്ത? ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ചാനലുകളിൽ അങ്ങ് വാർത്ത അങ്ങ് നിറഞ്ഞു നിൽക്കുമെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി തള്ളാൻ പോണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത് ഈ മാധ്യമ പ്രവർത്തകര്? അന്ന് അദ്ദേഹത്തിന്റെ ജാമ്യം ചീറ്റിപ്പോയി. അതായത് എന്നാൽ അദ്ദേഹത്തിനെതിരെയുള്ള പരാതിക്കാരിയുടെ കംപ്ലൈന്റ് വ്യക്തതയില്ലാത്തതാണെന്ന് അറിഞ്ഞിട്ട് ചീറ്റിപ്പോയി എന്ന് അറിഞ്ഞിട്ടും
ഈ മാധ്യമക്കാരുണ്ടല്ലോ ഒരക്ഷരം മിണ്ടുന്നില്ല അതിനെക്കുറിച്ച്. മിണ്ടാതെ അങ്ങ് ഇരിക്കണം. ഇപ്പൊ അവർക്ക് ബ്രേക്കിംഗ് ന്യൂസും വേണ്ട, ഒന്നും വേണ്ട. രാഹുലിനെതിരെ എന്തെങ്കിലും കേസുകളോ എന്തെങ്കിലും പരാതികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഇൻട്രസ്റ്റാ. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം തള്ളി, രാഹുൽ മാങ്കൂട്ടം വീണ്ടും അഴിക്കുള്ളിലേക്ക് എന്തൊക്കെയാണ് വന്ന് കാണിച്ചുകൊണ്ടിരിക്കണേ ഇവര്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഉളുപ്പുമില്ലേ നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്നതിൽ? നിങ്ങൾ എന്തീ കാണിക്കണത്? സത്യം പറഞ്ഞു മനസ്സിലാവുന്നില്ല. എന്തീ കിടന്ന് കാണിക്കണത്? നിങ്ങൾക്ക് ഇരട്ടത്താപ്പാണോ നിങ്ങള്? കഷ്ടം. എന്നാലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മൊത്തം 3 കേസുണ്ട്. ഈ 3 കേസിലും കോടതി ജാമ്യം കൊടുത്തപ്പോഴത്തേ അത് 3 കേസിലും ജാമ്യം കിട്ടിയല്ലോ. അപ്പൊ ഈ ജാമ്യം കിട്ടിയപ്പോ തന്നെ കോടതി കുറെ ഉപാധികൾ വെച്ചിട്ടുണ്ട്. ആ ഉപാധികളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടം എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതായത് കേസിന്റെ ഭാഗമായിട്ട് പോലീസുകാരാണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരാണെങ്കിലും എവിടെ വരണം എന്ന് പറഞ്ഞാലും അവിടെ ചെല്ലുകയും ബാക്കി എല്ലാ രീതിയിലും അദ്ദേഹം അവരോട് ഒപ്പം തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം കണ്ടപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു വിഷമമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കാരൊക്കെ എന്താ ഇങ്ങനെയെന്നാ വിചാരിക്കണം. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ എത്രയോ ആൾക്കാരുണ്ട് പീഡനം, അതായത് ഭാര്യയുടെ പരാതി, അങ്ങനെയൊക്കെ എത്രയോ കേസുകളിൽ ഇപ്പോഴും ആൾക്കാർ മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ടും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ അതായത് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കുക. എന്നാൽ ആ പാർട്ടിയിലെ അംഗത്തോട്ട് തിരിച്ചെടുക്കാനും നോക്കുന്നില്ല, അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കാനും നോക്കുന്നില്ല. ഇതൊന്നും ചെയ്യുന്നില്ല ഈ കോൺഗ്രസ് പാർട്ടി. ഇവരെന്തേ കാണിച്ചു കൂട്ടണമെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഈ പാലക്കാടിലെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാരും കൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും പാർട്ടി അതിന് സമ്മതിക്കുന്നില്ല. പാർട്ടി അതിന് സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ഒന്നും മിണ്ടാതെ തന്നെ മാറി നിൽക്കുക. അതായത് രാഹുൽ മാങ്കൂട്ടം ഓൾറെഡി വ്യക്തമാക്കിയതാണ് പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കുമെന്ന്. അദ്ദേഹത്തിന് കോൺഗ്രസിനോടുള്ള ഒരു ആത്മാർത്ഥത നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കോൺഗ്രസ് പാർട്ടിയിലുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ ഇപ്പോഴും അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുക, അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കേണ്ടത്? പകരം ഇപ്പൊ ഇറക്കിയേക്കുന്ന ആളാണ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പകരം ഇപ്പൊ ഇറക്കിയേക്കുന്ന ആളാണ് രമേശ് പിഷാരടി. അദ്ദേഹം എങ്ങനെയാണ് എന്താണെന്നും എനിക്കറിയത്തില്ല. നല്ല പൊതുപ്രവർത്തകനാണെങ്കിൽ ആകട്ടെ, നല്ല കാര്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടും ഈ പറയുന്ന നമ്മുടെ ഷാഫി പറമ്പിലും ഒക്കെ ജയിച്ചു പോന്നേക്കണ നാടാണ് പാലക്കാട്. അതുകൊണ്ട് ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ രമേശ് പിഷാരടിയും ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉറ്റ സുഹൃത്തായ ഫെനി നയനൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാവേ. അത് നമുക്ക് വായിക്കാതെ പോകാൻ പറ്റത്തില്ല, കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഉറ്റ സുഹൃത്താണ് അദ്ദേഹം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇന്നത്തെ ദിവസം പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ്. അയാൾ കാണിച്ച അച്ചടക്കം ചുരുങ്ങിയത് 2 സീറ്റിൽ എങ്കിലും കോൺഗ്രസിന് ഗുണം ആകുന്നുണ്ട്. അതിനെപ്പറ്റി വേറെ ഒരു അവസരത്തിൽ പറയാം. കേസിനെ പറ്റി തന്നെ പറയാം. രാവിലെ വാർത്തകൾ ഉണ്ടായിരുന്നു രാഹുലിന് ഇന്ന് നിർണായകം എന്ന്. കുറെ ആയി ഈ തലക്കെട്ട് ശീലമായിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം രാഹുൽ MLA രണ്ടാമത്തെ കേസിലെ പരാതിക്കാരിയെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചു. അത് അവരെ ഭീഷണിപ്പെടുത്താൻ ആയിരിക്കാം. അത് കൊണ്ട് ജാമ്യം റദ്ദാക്കണം എന്ന് SIT കൊടുത്ത പരാതിയിൽ വിധി പറയുന്ന ദിവസമായിരുന്നു. കോടതി വിധി വന്ന ശേഷം കാര്യമായ വാർത്തകളില്ല. എന്താണ് കാരണം? രാഹുൽ MLAയുടെ ജാമ്യം റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി വിധിച്ചു. എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ വിധിച്ചത്? രാഹുൽ MLA കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ ഈ പരാതിക്കാരിയുടെ അമ്മ തന്നെ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കുന്നു എന്നും പരാതിക്കാരിയും തന്റെ സ്റ്റോറികൾക്ക് പ്രതികരിക്കുന്നു എന്നുമാണ്. ഈ പരാതിയിൽ പറഞ്ഞ ദിവസം പോലും പരാതിക്കാരിയുടെ അമ്മ ഫോണിൽ മെസ്സേജ് അയച്ചു എന്നും അതിനാൽ ബ്ലോക്ക് ചെയ്തു എന്നുമുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. അത് കോടതിക്ക് ബോധ്യമായി. ഒരു ചെറുപ്പക്കാരനെ ഒരു സർക്കാരും ഒരു സംഘം മാധ്യമങ്ങളും ചേർന്ന് കഴിവേറ്റാൻ ശ്രമിച്ചതിന്റെ ഉദാഹരണമാണ് രാഹുൽ കേസ്. അയാൾ തന്നെ സൂചിപ്പിച്ച പോലെ കേരളം ഇതിന്റെ ചതികൾ ഒന്നൊന്നായി തെളിവ് സഹിതം തിരിച്ചറിയും. തീർച്ച. ഇന്ന് തള്ളിപ്പറഞ്ഞവർ അന്ന് ദുഃഖിക്കും. ഈ പരാതിക്കാരി എനിക്കെതിരെയും അപവാദ പ്രചരണം നടത്തിയിരുന്നു. ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട പരാതിക്കാരി, കോടതി മുറിയിലും പൊതുസമൂഹത്തിലും ഇതിന് കണക്ക് പറയേണ്ടി വരും. ഈ പറഞ്ഞ കള്ളത്തിന് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഈ ലോകത്തിന് മുന്നിലും തല കുനിച്ചു നിർത്തും. കോടതിയിൽ കള്ളം തെളിയുമ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കാനാവില്ല. കൊള്ളാലേ? എന്തായാലും ഈ ഫെനി നയനൻ എന്ന് പറയുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിന് നല്ലൊരു കൂട്ടുകാരൻ തന്നെയാ അല്ലേ? എനിക്ക് എല്ലാ കാര്യത്തിലും തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജനങ്ങളുടെ അവസ്ഥയാണ് ഏറ്റവും വലിയ കഷ്ടം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് ഇപ്പം നിൽക്കുന്ന സർക്കാരെ വീണ്ടും നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ഇനി കട്ടുപിടിക്കാനായിട്ട് ഒന്നുമില്ല. ഇവരെ വീണ്ടും നിർത്തി കഴിഞ്ഞാൽ ഇനി അടുത്ത ഭരണത്തിൽ മിക്കവാറും കേരളം തന്നെ കാണത്തില്ല. കോൺഗ്രസിനെ നിർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ആണെങ്കിൽ മുട്ടനടി. ബി ജെ പിനെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാലോ കേരളം തന്നെ ഏത് രീതിയിലായി പോകുമെന്ന് അറിയത്തില്ല. ഇതിപ്പോ ആകെയുള്ളൊരു കൈത്താങ്ങെന്ന് പറഞ്ഞ കോൺഗ്രസ് ആയിരുന്നു. ഇപ്പൊ കോൺഗ്രസ്സുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിയാ. എന്താ പറയണത്? ദയവ് ചെയ്ത് കോൺഗ്രസിലെ പ്രവർത്തകർ ഒന്ന് ഒരുമിച്ച്, ഈ സമയത്തൊക്കെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കാൻ നോക്കുക. എന്തിനാണ് ആ മനുഷ്യനെ മാറ്റി നിർത്തേണ്ട ആവശ്യം എന്താണ്? അദ്ദേഹത്തിന്റെ പാർട്ടിയിലോട്ട് തിരിച്ചു വിളിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴും എത്ര പീഡന കേസിലുള്ള പ്രതികൾ ഇപ്പോഴും ഭരണത്തിലിരിക്കുന്നുണ്ട്. നിങ്ങളെന്താ അതൊന്നും കാണാത്തെ? എന്തിനാണ് ഈ മനുഷ്യനെ മാത്രം ഇങ്ങനെയിട്ട് ക്രൂശിക്കുന്നത്? എന്തിനാ ഈ പാർട്ടിയിൽ തന്നെ എന്തിനാണ് ഇത്രയും വലിയ അടി? എന്തിനാണ്? എന്തായാലും ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ പ്രവർത്തിക്കൂ.